അമീബിക് ജ്വരം ബാധിച്ച് ചികിത്സയിലിരിക്കെ 5 വയസ്സുകാരി മരിച്ചു. മലപ്പുറം മൂന്നിയൂരിലെ പുഴയിൽ കുളിച്ചതിനെ തുടർന്നാണ് രോഗബാധയുണ്ടായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം. വിവരങ്ങളുമായി നയൻതാര ചേരുന്നു. നയൻതാര, ഗുഡ് മോർണിംഗ്. ഇത് അമീബിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗം, ഇത് കുറച്ച് ദിവസങ്ങളായി ഈ അണുബാധ നമുക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇതേപ്പറ്റിയൊക്കെ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് വിശദമായി കൊടുത്തതുമാണ്. എന്തുകൊണ്ടാണ് ഇത് ജ്വരം, ഇതെങ്ങനെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, വന്നു കഴിഞ്ഞാൽ ചികിത്സ ബുദ്ധിമുട്ടാണ് എന്ന തരത്തിലൊക്കെ, എന്നിട്ടും അത് സംഭവിച്ചു. ഖേദകരമാണ്. മോദി 5 വയസ്സുകാരി 9 ദിവസത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രിയോടെയാണ് മരണം സംഭവിക്കുന്നത്. ഏകദേശം അതായത് ഒരാഴ്ച കുട്ടി വീടിനടുത്തുള്ള കടലുണ്ടി പുഴയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു. അതിനുശേഷം ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കുട്ടിക്ക് പനിയും തലവേദനയും അനുഭവപ്പെട്ടത്. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷെ അവിടെ നിന്നും രോഗം ഗുരുതരമാവുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ എന്താണെന്ന് മനസ്സിലായില്ല. പനിയായിരിക്കാം എന്നാണ് സാധാരണ രീതിയിൽ വരുന്ന പനിയാണെന്നായിരിക്കാം വിചാരിച്ചിട്ടുണ്ടാവുക. തുടർന്ന് രോഗം ഗുരുതരമായതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. കുട്ടിയുടെ നട്ടെല്ലിൽ നിന്നും സ്രവം എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് 9 ദിവസത്തോളമായി കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു. മറ്റൊരു കാര്യം, ഇതിന് പ്രത്യേകം ചികിത്സ ഇല്ലെന്നതാണ്. ഇതിന് കുട്ടിക്ക് ഒരു മരുന്ന് കൂടെ ലഭ്യമാവേണ്ടതുണ്ടായിരുന്നു. അത് ഇവിടെ ഇല്ല. ജർമ്മനി, വിദേശ രാജ്യങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരോഗ്യവകുപ്പും തുടരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് സാധ്യമായില്ല. എന്തായാലും ഈ സമാന ലക്ഷണങ്ങളോടുകൂടി കുട്ടിയുടെ കൂടെ അന്ന് കുളിച്ചിരുന്ന 4 കുട്ടികൾക്കും ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇവിടെ നിരീക്ഷണത്തിലായിരുന്നു. അവർക്ക് നെഗറ്റീവ് ഫലം, അവരുടെ സ്രവം പരിശോധിച്ചതിനെ തുടർന്ന് അവരുടെ ഫലം നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കുകയും അവർ ആശുപത്രി വിട്ടതായും അറിയുന്നു. നിലവിൽ അതായത് കുട്ടി ഇപ്പം ഇന്നലെ രാത്രിയാണ് മരിച്ചത്. മറ്റു കുട്ടികൾക്കും അസുഖമൊന്നുമില്ല. എന്നാലും മലപ്പുറത്ത് മുന്നിയൂർ പ്രദേശത്ത് ഇപ്പോഴും ജാഗ്രത തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്.